ഓപ്പറേഷൻ തൂഫാൻ രാജ്യത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. നരേന്ദ്രമോദി ഇത് ഓണപ്പ് ചെയ്യുന്നു. നമ്മളാണ് തുടങ്ങി വെച്ചത്. നമുക്ക് മുഴുവൻ ക്രെഡിറ്റ് കൊടുക്കാം. ഈ രാജ്യത്ത് കേരളത്തിലാണ് തുടങ്ങി വെച്ചത്. രമേശ് ചെന്നിത്തലയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആള്. രമേശ് ചെന്നിത്തല തുടങ്ങി. ഇന്നിപ്പോൾ തൂഫാൻ രാജ്യം മുഴുക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി വളരെ കൃത്യമായി അത് രാജ്യത്തോട് പറഞ്ഞു. അദ്ദേഹം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്യുന്നു. ഓപ്പറേഷൻ തൂഫാൻ രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നു. ഇനി 100 ആഴ്ചക്കാലം, വരുന്ന 100 ആഴ്ചക്കാലം, അപ്പം 7 × 100 700 ദിവസക്കാലം എന്ന് പറഞ്ഞാൽ 2 വർഷക്കാലത്തോളം വരും. അപ്പോൾ 100 ആഴ്ചക്കാലം വളരെ കൃത്യമായ ക്യാമ്പയിൻ ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്. യുവാക്കൾ, കലാ കായിക ധ്യാന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ വലിയ തോതിൽ ഇതിനെതിരെ, ലഹരിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വരണമെന്ന് മോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അമൃത്സറിൽ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ആത്മീയ നേതാക്കളുടെ ഒരു പിന്തുണയുണ്ട്. കാരണം ഇതൊരു സ്പിരിച്വൽ ലൈനിലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നതിനൊക്കെയുള്ള ഒരുപാട് വാദങ്ങളൊക്കെ ഉണ്ട്. സന്യാസിമാരൊക്കെ പലരും കഞ്ചാവ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാദമുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നടക്കണം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ തലത്തിലാണ് ഇത് നടക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ്റെ പരിപാടി നടക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഇത് സംബന്ധിച്ച നിയമങ്ങൾ കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വീടുകളിലെ അമ്മമാരോടൊരു ആഹ്വാനം മോദി ചെയ്തിട്ടുണ്ട്. അതായത് തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരെ കൃത്യമായി ഹോസ്പിറ്റലുകളിൽ എത്തിക്കാനും ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും പുനരധിവാസ കേന്ദ്രങ്ങളിലും റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലും എത്തിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അത് പോലീസിനെ അറിയിക്കണം. ആരെ കയ്യിലെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിനാണ് രാജ്യത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യം കൂടെ മനസ്സിലാക്കി ഇവിടെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾ ഇതിലേക്ക് ചെന്ന് വീഴുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ മാതാപിതാക്കളെയൊക്കെ കൊല്ലുന്നതിലുമൊക്കെ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ കുടുംബജീവിതങ്ങൾ താറുമാറാക്കുന്നതിൽ വളരെ വലിയ പങ്കാണ്, വളരെ കൃത്യമായൊരു പങ്കാണ് ഈ ലഹരി പദാർത്ഥങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കി നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ എല്ലാവരും കൂടെ മനസ്സ് വെച്ചാൽ കേരളത്തെ നമുക്ക് സമ്പൂർണ്ണ ലഹരി വിമുക്തമാക്കാം. ഓരോ വീടും ലഹരി വിമുക്തമാക്കണം. തൻ്റെ മക്കൾ, തൻ്റെ കുടുംബക്കാർ ആരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് വരുത്തരുത്. അതിനെ മാറ്റണം. തൻ്റെ ഗ്രാമം, തൻ്റെ വാർഡ്, തൻ്റെ പ്രദേശം, തൻ്റെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ലഹരി വിമുക്തമാണെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ തൻ്റെ ഗ്രാമപഞ്ചായത്ത് ലഹരി വിമുക്തമാകണം. തൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ലഹരി വിമുക്തമാകണം. ഇത് ഓരോരുത്തരും എടുക്കേണ്ട പ്രതിജ്ഞയാണ്. ജില്ല ആകണം, അങ്ങനെ സംസ്ഥാനമാകണം, രാജ്യമാകണം. അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരുപാട് മരുന്ന് കണ്ടുപിടിച്ചവരാണ്. TBക്ക് മരുന്ന് കണ്ടുപിടിച്ചവരാണ്. കുഷ്ഠത്തിന് മരുന്ന് കണ്ടുപിടിച്ച് നമ്മൾ തളർത്തിയവരാണ്. എന്തെല്ലാം അസുഖങ്ങൾക്ക് നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചു. പോളിയോ നമ്മൾ സമ്പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തവരാണ്. നമ്മൾ കുടുംബാസൂത്രണം നടത്തുന്നതിൽ വലിയ ഒരുപാട് മുന്നോട്ട് പോയ സമൂഹമാണ്. ഇവിടെ എയ്ഡ്സ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റി. കൊറോണയും പിടിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റി. തീർച്ചയായിട്ടും ഇതിൽ കഴിയും. സിഗരറ്റ് വലി ഇന്ന് നന്നായി കുറഞ്ഞിട്ടുണ്ട്. കാരണം തിയേറ്ററുകളിലൊക്കെ പരസ്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായി സിഗരറ്റ് വലി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതും കുറയണം. വ്യാപകമായ തിയേറ്ററുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും LED വാളുമൊക്കെ വെച്ച് വലിയ പരസ്യങ്ങൾ ഉണ്ടാകണം. അത് കേരള ഗവൺമെൻറ് ആലോചിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റും അതിൻ്റെ പരിപാടികൾ ആലോചിക്കണം. നാഷണൽ ലെവലിലുള്ള ചാനലുകളിലെല്ലാം, ദൂരദർശൻ പോലുള്ള ചാനലുകളിൽ, ആകാശവാണിയിലൊക്കെ ഇതിനെതിരെയുള്ള ശക്തമായ പ്രചരണം നടക്കണം. അതുപോലെ കോളേജ് വിദ്യാർത്ഥികളെ, സ്കൂൾ വിദ്യാർത്ഥികളെ ഇറക്കി വിട്ട് അവരെ കൊണ്ട് സ്ട്രീറ്റ് പ്ലേകൾ അതുപോലുള്ള കാര്യങ്ങൾ, നാടകം, ജാഥ പരിപാടികൾ, മത്സരങ്ങൾ, പ്രദർശനങ്ങൾ, ഇങ്ങനെ സമസ്ത മേഖലകളിലെ ജനങ്ങളെയും അവരെ കോർത്തിണക്കിക്കൊണ്ടുള്ള വളരെ വിപുലമായ ക്യാമ്പയിൻ അടുത്ത 100 ആഴ്ചക്കാലം ഇന്ത്യയിൽ നടന്നാൽ ശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇത് പ്രതിരോധിക്കേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ വ്യാപകമായ റെയ്ഡ് നടക്കട്ടെ. കേരളത്തിൽ അതിവിപുലമായ റെയ്ഡാണ് നടന്നത്. കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചത്. സ്കൂൾ അധ്യാപകർ വരെ പിടിച്ച് അവരെ സസ്പെൻഡ് ചെയ്ത് ജോലി എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അതൊന്നും നോക്കിയിട്ടില്ല. കാരവനിൽ കയറുന്നു, ഇവിടുത്തെ DJ പാർട്ടികളിൽ കയറുന്നു, ഹോട്ടലുകളിൽ കയറുന്നു, ബസ്സുകളിൽ കയറുന്നു, യാതൊന്നും നോക്കാതെ ലോഡ്ജുകളിൽ കയറുന്നു. എവിടെ ഇതുണ്ടെന്ന് അറിഞ്ഞാലും അവിടെയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന അതിശക്തമായ ഇടപെടലാണ് കേരള പോലീസ് ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ്. അതുപോലെ കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം, കോസ്റ്റ് ഗാർഡും ഇത് വരുന്ന വഴി കപ്പൽ വഴിയും അല്ലാതെ പല രൂപത്തിലാണ് വരുന്നത്. ട്രക്ക് ലോറികളിലും അതുപോലെ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്. അതിനെ പിടിക്കുന്നതിനും ഒക്കെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തൂഫാൻ രാജ്യത്ത് വരുന്നു. അത് വളരെ മനോഹരമാണ്. മോദി
അത് എല്ലാ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൈകോർക്കണം. തീർച്ചയായും മറ്റെല്ലാ രാഷ്ട്രീയവും അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയം എല്ലാം വേണം, തീർച്ചയായിട്ടും രാഷ്ട്രീയവും സമരവും CJP എല്ലാം വേണം. പക്ഷേ ഇതൊരു വലിയ സോഷ്യൽ കോസാണ്. ആ കോസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളം ആരംഭിച്ചു, രാജ്യം അത് ഏറ്റെടുക്കുന്നു. വളരെ അഭിമാനകരമാണ്. അത് നടക്കട്ടെ. വലിയ പ്രവർത്തനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിൽ ഓരോരുത്തരും കൃത്യമായി പങ്കെടുത്തുകൊണ്ട്, ഓരോ മനുഷ്യരും അതിനകത്ത് പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രചരണ വീഡിയോ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു വീഡിയോ ചെയ്യുന്നു. ഇത് പരമാവധി ആളുകളിൽ എത്തിക്കുക, കാണുക. കാരണം MDM കഴിച്ചിട്ടും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ കുട്ടികൾ വല്ലാതെ വശം കെടുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടക്കട്ടെ. ഓപ്പറേഷൻ തൂഫാൻ രാജ്യത്ത് 100 ആഴ്ചക്കാലം നടക്കുമെന്ന് കേൾക്കുന്നു. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും അവരൊരുക്കുമ്പോൾ, സർക്കാരും ഭരണകൂടങ്ങളും ഒരുക്കുമ്പോൾ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒരുക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടാവണം. നമ്മൾ അതിനാവശ്യമായ എല്ലാ സഹായവും പിന്തുണയും ധാർമ്മിക പിന്തുണയും എല്ലാ ഭാഗത്തുനിന്ന് കൊടുക്കുകയും പരമാവധി പരിപാടികൾ സംഘടിപ്പിക്കാനും പങ്കെടുക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറാകേണ്ടത്.